ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും നമുക്ക് സന്ധിപ്പാനായ ദൈവാവസരം ഒരുക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. വിശേഷാൽ ലോകമെങ്ങും ഇന്ന് അകലെ ലോക രക്ഷിതാവായ കർത്താവായ ഈശോ മിശിഹായുടെ ജനന പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷപൂർണമായ ക്രിസ്മസ് ആശംസ നേരുകയാണ്. നമ്മളിന്ന് ഒരു പുതിയ വിഷയം തുടങ്ങുകയാണ്. രൂത്തിൻ്റെ പുസ്തകമാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. നമുക്ക് രൂത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിലും ഒരു പക്ഷേ ഈ ക്ലാസ്സുകളിൽ ആദ്യമായി പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാമല്ലോ. അതുകൊണ്ട് ചെറിയൊരു വിവരണം നൽകാൻ ആഗ്രഹിക്കുക. രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ കില്യോൻ്റെ ഭാര്യയാണ്. അവർ മോവാബ്യ സ്ത്രീയാണ്. വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളിൽ ഇതാദ്യത്തേതാണ്. ഈ രൂത്ത് വളരെ തൻ്റെ യൗവനപ്രായത്തിൽ തന്നെ വിധവയായിത്തീർന്ന ഒരു സ്ത്രീയാണ്. വേണമെങ്കിൽ തൻ്റെ പിതൃദേശത്ത് തന്നെ നിന്നുകൊണ്ട് തനിക്ക് ശോഭനമായൊരു ഭാവി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമായിരുന്നു. എന്നിട്ടും വൃദ്ധയായ തൻ്റെ അമ്മയെ ഒറ്റയ്ക്ക് ബേത്ലഹേമിലേക്ക് പറഞ്ഞുവിടാതെ അവരോടുകൂടെ അവർ സഹായമായിട്ട് ഈ രൂത്ത് നവോമിയുടെ കൂടെ മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വന്ന സ്ത്രീയാണ്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, മോവാബിലെ ആചാരാനുഷ്ഠാനങ്ങളോ വിശ്വാസ പ്രമാണങ്ങളോ ഒന്നുമല്ല ബേത്ലഹേമിൽ. നവോമിയുടെ കുടുംബവും ഈ മോവാബിലെ കുടുംബവും തമ്മിലുള്ളതായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പശ്ചാത്തലങ്ങൾ തമ്മിൽ, വിശ്വാസങ്ങൾ തമ്മിൽ, ആചാര അനുഷ്ഠാനങ്ങൾ തമ്മിലെല്ലാം. എന്നാൽ ഈ രൂത്ത് നവോമിയുടെ കൂടെ അവിടുന്ന് പോരുമ്പോൾ പറയുന്ന കാര്യം, നിന്നെ വിട്ടുപോകുവാൻ മാത്രം എന്നോട് പറയരുത്. അപ്പം നവോമി പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ട് യാതൊരു കാര്യമില്ല, നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാവുകയില്ല. ഈ മോവാബിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശോഭനമായ ഭാവി ഉണ്ടാവും, അതുകൊണ്ട് എൻ്റെ കൂടെ പോരരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ രൂത്ത് പറയുന്നുണ്ട്, നിന്നെ വിട്ടുപിരിയുവാൻ എന്നോട് പറയരുത്, എൻ്റെ കൂടെ വരാതിരിക്കാൻ വേണ്ടി എന്നെ മടങ്ങിപ്പോകാൻ എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് അവൾ ഈ നവോമിയുടെ കൂടെ യാത്ര പുറപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ആ തീരുമാനം അവൾക്ക് നഷ്ടമായി പോയില്ല എന്ന് രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, അകലെ ലോക രക്ഷിതാവായ ഈശോ മിശിഹായുടെ വംശാവലി പറയുമ്പോൾ ഈ മോവാബ്യ സ്ത്രീയുടെ പേരും അതിൽ ഉൾപ്പെടുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രേഷ്ഠമായ കാര്യം. യേശുവിൻ്റെ വംശാവലിയിൽ ചില സ്ത്രീകളുടെ പേരുകൾ പറയുന്നുണ്ട്. അതിലൊരാളാണ് രൂത്ത്. രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ സെപ്റ്റുവജിൻ്റെ തർജ്ജമയിൽ അഥവാ സപ്തദീന തർജ്ജമയിൽ ന്യായവന്മാരുടെ പുസ്തകം കഴിഞ്ഞിട്ടാണ് രൂത്തിൻ്റെ സ്ഥാനം. എന്നാൽ ആദ്യകാലങ്ങളിൽ എബ്രായ വേദപുസ്തകത്തിൽ അങ്ങനെയല്ലായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. കാനൂനികമായ ഒരു അംഗീകാരത്തിന് വേണ്ടിയുള്ള കാലതാമസമായിരിക്കാം അങ്ങനെ സംഭവിച്ചെന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്. എബ്രായ പുസ്തകത്തിൽ സദൃശവാക്യങ്ങൾ കഴിഞ്ഞിട്ടാണ്
രൂത്തിൻ്റെ പുസ്തകം ഉൾപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ഉത്തമഗീതവും. ഇസ്രായേലിൻ്റെ പ്രധാന ഉത്സവ വേളകളിലൊക്കെ തന്നെ 5 ചുരുളുകൾ വായിക്കുമ്പോൾ ഒന്ന് രൂത്തിൻ്റെ പുസ്തകമായിരുന്നു. യഹൂദരുടെ ഇടയിൽ ഈ പുസ്തകത്തിന് സവിശേഷ സ്ഥാനമുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്. പെന്തക്കോസ്ത് പെരുന്നാളിലും രൂത്തിൻ്റെ പുസ്തകം വായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. മനോഹരമായ ഗദ്യ ശൈലിയിൽ രചിക്കപ്പെട്ട ഒരു ലഘു നോവൽ എന്നാണ് പണ്ഡിതന്മാർ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നത്. മനുഷ്യജീവിത സംബന്ധിയായ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പ്രസ്താവിക്കുന്നുണ്ട്. ക്ഷാമം, ദാരിദ്ര്യം, പരദേശവാസം, അകാല മരണം, അംഗങ്ങൾ തമ്മിലുള്ളതായ സ്നേഹം, കരുതൽ, വിനയം, കുടുംബ ബന്ധം, കൊയ്ത്ത്, യജമാനും ദാസനും തമ്മിലുള്ള സംസാരം, പട്ടണ വ്യവസ്ഥിതി, വൈദവ്യം, പ്രേമപൂർണമായ പെരുമാറ്റം, വിവാഹം, കുഞ്ഞിൻ്റെ ജനനം, അങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു പ്രദർശനശാലയാണ് രൂത്തിൻ്റെ പുസ്തകം. 4 അധ്യായങ്ങളുണ്ട്. 4 അധ്യായങ്ങളിൽ ഓരോ അധ്യായങ്ങളും ഓരോ വ്യത്യസ്ത സാഹചര്യങ്ങളെ പ്രതിപാദിക്കുന്ന അധ്യായങ്ങളാണ്. 1-ാം അധ്യായത്തിൽ എലീമേലെക്കിൻ്റെ കുടുംബം മൊവാബിലേക്കും അവിടുന്ന് മൊവാബിൽ ചെന്ന ശേഷമായിട്ട് മക്കളുടെ വിവാഹം, ശേഷമായി എലീമേലെക്കിൻ്റെയും മഹ്ലോൻ്റെയും ഗില്ലിൻ്റെയും മരണം, അതിനുശേഷം ഇങ്ങോട്ടുള്ള വീണ്ടും തിരിച്ചുവരവ്, ബേത്ലഹേമിൽ തിരിച്ചുവരവൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ ആഹാര സമ്പാദനത്തിന് വേണ്ടി ഒരു വയലിൽ കതിര് പെറുക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിലെ വീണ്ടെടുപ്പുകാരനെ മുറിയപ്പെട്ടുള്ള വിവരണമാണ്. 4-ാം അധ്യായത്തിൽ പിന്നെ അവരുടെ കുടുംബം അപ്രകാരം കെട്ടിപ്പടുക്കുന്നതായ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇതൊരു വിധവയായ സ്ത്രീയുടെ കഥയാന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ദൈവിക കരുതലിൻ്റെയും ദൈവിക പരിപാലനത്തിൻ്റെയും ദൈവിക പദ്ധതിയുടെയും ഒരു പുസ്തകമായതിനെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും. രൂത്തിൻ്റെ പുസ്തകം ശമൂവേൽ പ്രവാചകൻ എഴുതിയെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ത്രീകളുടെ പേരിൽ 2 പുസ്തകമുള്ളതിൽ ഒരു പുസ്തകം, അല്ലെങ്കിൽ ആദ്യത്തെ പുസ്തകം രൂത്തിൻ്റെ പുസ്തകമാണ്. മറ്റൊരു പുസ്തകം എസ്തേലാണ്. എസ്തേനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു യഹൂദ പെൺകുട്ടിയായിരുന്നു, ഒരു ജാതീയനായ ഒരുവനെ വിവാഹം കഴിച്ചു. രൂത്തിനെ സംബന്ധിച്ചും അവളൊരു ജാതീയ സ്ത്രീയായിരുന്നു, പക്ഷേ ബോവസ് എന്ന യഹൂദനെ വിവാഹം കഴിക്കാനിടയായിത്തീർന്നു. യഹൂദ ജനത്തിന് അക്കാലത്തുണ്ടായ ഒരു വലിയ കെടുതിയിൽ നിന്ന് വിടിയിപ്പാനായിട്ട് എസ്തേർ ഒരു കാരണമായി തീർന്നു. രൂത്ത് ആണെങ്കിൽ മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കൃഷ്ണനായ കർത്താവായ യേശു മിശിഹ തൻ്റെ ഭൂമിയിലേക്കുള്ള വരവിനുള്ള ബന്ധത്തിൽ അതിൻ്റെ ഭാഗമായി തീരുവാൻ രൂത്തിനും ഇവിടെ വന്നു എന്നുള്ളതാണ്. നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ വംശാവലി പറയുന്നിടത്ത് രാഘവനെ കുറിച്ച് പറയുന്നുണ്ട്, രൂത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും ആ പട്ടികയിൽ പേര് വരുവാൻ സാധ്യതയില്ലാത്തവരായിരുന്നു. അതിൻ്റെ കരുണയാൽ അവർ ആ പട്ടികയിൽ പേര് വരെ ഇടയായിത്തീർന്നു. ദൈവം നമ്മെ ഏതെല്ലാം തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അവൻ്റെ കൃപ നമ്മളെ ഉണ്ടെങ്കിൽ ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ
നമ്മൾ പ്രവർത്തിക്കേണ്ടതായിത്തീരും. അമേരിക്കൻ രാജ്യതന്ത്രനായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ജീവിതവുമായിട്ട് ഈ രൂത്തിന്റെ പുസ്തകത്തിന് ഒരു ചെറിയ ബന്ധമുണ്ട്. അദ്ദേഹം ഒരു ഫ്രഞ്ച് കോടതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു ചിലർ ബൈബിളിൻ്റെ വിശ്വാസ്യതയും ബൈബിളിൻ്റെ എഴുത്തുകളെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറഞ്ഞ് ബൈബിളിനെ വളരെ നിശ്ചിതമായി വിമർശിക്കുകയും മോശമായൊരു പുസ്തകമാണ് ചിത്രീകരിക്കുകയും ചെയ്യാറുണ്ട്. ആ സമയത്ത് ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു വിശ്വാസി നിലയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ബൈബിളിനെ കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം വായിക്കുകയും പഠിക്കുകയും ചെയ്ത കുറേ അറിവുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ബൈബിളിനെ നിശ്ചിതമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ അടുക്കിലേക്ക് ഈ രൂത്തിന്റെ പുസ്തകം എഴുതി അതിൻ്റെ ഒരു ഫ്രഞ്ചിൽ ഉള്ള ഒരു പേരൊക്കെ ഇട്ട് അവർക്ക് വായിക്കാൻ കൊടുത്തു. ഈ ബൈബിളിനെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ രൂത്തിന്റെ പുസ്തകം വായിച്ചിട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ഇത് എങ്ങനെയാണ് നിനക്ക് ഇത്രയും ശ്രേഷ്ഠമേറിയ ഒരു കലാസൃഷ്ടി എവിടെ നിന്ന് കിട്ടി, എങ്ങനെ സൃഷ്ടിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വളരെയധികം നിന്ദിച്ച വേദപുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണത് എന്ന് പറഞ്ഞ് രൂത്തിന് പുസ്തകം അവർക്ക് കാണിച്ചു ഇടയായിത്തീർന്നു. അങ്ങനെ ആ പരിഹാസികൾ ലജ്ജിതരായി പോയി എന്നാണ് ചരിത്രം പറയുന്നത്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത ഒരുപാട് പേർ ഇന്നും ഇതിനെ നിഷേധിക്കുന്നുണ്ടാകാം. എന്നാൽ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയവർ മാറോട് ചേർത്ത് ഇതിനെ വയ്ക്കുകയാണ്. അനേക സന്ദർഭങ്ങളിൽ ആശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവും നൽകിയത് ഈ വചനങ്ങളാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ പാതയ്ക്ക് പ്രകാശം തന്ന ഈ വചനങ്ങളായതുകൊണ്ട് അനേകതിനെ മാറോട് അടക്കി പിടിക്കുകയായിരുന്നു. കൃപയാൽ ഈ വചനം പഠിക്കാനായിട്ട് നമുക്കും അവസരം ലഭിച്ചല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം പറയുമ്പോൾ ചില ജനത ദൈവത്തെ കോപിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു ജാതീയ സ്ത്രീ ദൈവഭാഗത്തേക്ക് വരുന്നത്. ന്യായന്മാരുടെ പുസ്തകം ഒടുവിലത്തെ വാക്യം വായിക്കുമ്പോൾ അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തനിക്ക് ബോധിച്ചപ്പോൾ നടന്നു. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ദൈവത്തെ അനുസരിക്കാതെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് സ്വന്തം ജനം എന്ന് പറയുന്നവരും ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് രൂത്ത് എന്ത് ചെയ്തത്, ജാതീയ സ്ത്രീ ആയിരുന്നിട്ടും ദൈവത്തെ അറിയുവാൻ ഇടവന്നത്. ഇതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ 8-ാമത്തെ പുസ്തകമാണിത്. 4 അധ്യായമുണ്ട്, 85 വാക്യമുണ്ട്, 14 ചോദ്യമുണ്ട്, 30 കൽപ്പനയുണ്ട്, 2 വാഗ്ദത്തമുണ്ട്. ഉള്ളടക്കം 1 മുതൽ 5 വരെ നവോമിയുടെ കുടുംബം മോവാബിലേക്ക്, 1:6 മുതൽ 22 വരെ ബേത്ലഹേമിലേക്കുള്ള മടങ്ങിവരവ്, 2-ാം അധ്യായത്തിൽ ബോവസിൻ്റെ വയൽ, 3-ാം അധ്യായത്തിലെ വീണ്ടെടുപ്പനായ ബോവസ്, 4-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെ ബോവസ് വീണ്ടെടുക്കുന്നു, 13 മുതൽ 22 വരെ ദാവീദിൻ്റെ രാജകീയ പാരമ്പര്യം വിവരിക്കുകയാണ്. ചെറിയ പുസ്തകം, ഇത്രയും കാര്യങ്ങൾ അതിനകത്തുള്ളൂ. നമുക്കിപ്പോൾ അതൊക്കെ വേദപുസ്തകത്തേക്ക് പ്രവേശിക്കാം. ശക്തമായ ചുമയുണ്ട്, കാലാവസ്ഥയുടെ കരുതികളും യാത്രയുടെ കുഴപ്പമായിരിക്കാം, നിങ്ങൾക്കത് ശല്യമുണ്ട്, സോറി. ന്യായന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് വീട്ടിൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബെത്ലഹേമിലേക്കുള്ള ഒരാൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. അവൻ എലിമേലേക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും പേർ.
രണ്ട് പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദയിലെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തിലായിരുന്നു. അവർ മോവാബ് ദേശത്ത് എന്ന് അവിടെ താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലീമിലേക്ക് മരിച്ചു. അവളും രണ്ട് പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് വെച്ച് കെട്ടിട്ട് മോവാബ് വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി. എന്നാൽ നവോമി മരുമക്കളിൽ ഇരുവരോടും, നിങ്ങൾ താന്താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവീൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ താന്താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രമം പ്രാപിക്കുന്നതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു അവരെ ചുംബിച്ചു. ഒരു ഉച്ചത്തിൽ കരഞ്ഞു. അവളോട്, ഞങ്ങളും നിന്നോട് കൂടെ നിന്റെ ജനത്തിനിടയിൽ പോരുന്നെന്ന് പറഞ്ഞു. അന്ന് നവോമി പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവീൻ. എന്തിനെന്നോടുകൂടെ പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ? എൻ്റെ മക്കളെ, മടങ്ങി പോയിക്കൊള്ളുവീൻ. ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞു പോയി. അല്ല, അങ്ങനെ ഒരു ആശ എനിക്ക് ഉണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയെ പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുമ്പോഴും നിങ്ങൾ അവർക്കായി കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട എൻ്റെ മക്കളെ. യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയാൽ നിങ്ങൾ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായി അമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിൻ്റെയും ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ. നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. രൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. എന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അങ്ങനെ അവർ രണ്ടുപേരും ബെത്ലഹേം വരെ നടന്നു. ബെത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരെ നിമിത്തം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്ന് തന്നെ വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ വന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ് സ്ത്രീയുമായി മടങ്ങി വന്നു. അവിടെ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തെങ്കിൽ ബെത്ലഹേമിലെത്തി. നമുക്ക് ദിവസം വായിച്ചുള്ള ആളുകൾക്ക് ചരിത്രം അറിയാം. ഒരു ക്ഷാമം ബെത്ലഹേമിലുണ്ടായപ്പോഴാണ് എലിമേലെക്കിൻ്റെ കുടുംബം മോവാബിലേക്ക് പോകുന്നത്. ഒരു ലക്ഷ്യം എന്താണ്? ഈ ബെത്ലഹേമിൽ കിടന്നാൽ ക്ഷാമകാലത്ത് മരിച്ചു പോകും. അതുകൊണ്ട് ക്ഷാമമില്ലാത്ത ഒരു ദേശത്ത് പോയിട്ട് ജീവൻ നിലനിർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ 4 പേര് അവിടുന്ന് യാത്ര പുറപ്പെടുന്നു. മോവാബിൽ ചെല്ലുന്നു. ആദ്യത്തെ കുറച്ച് നാൾ വലിയ പ്രശ്നങ്ങളൊന്നുണ്ടായില്ല. പിന്നീട് നമുക്കറിയാം, എലീമിലേക്ക് മരിക്കുന്നു. മഹ്ലോനും കില്യോനും വിവാഹം കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മരിച്ചു പോകുന്നു. ജീവിതം വളരെ ബുദ്ധിമുട്ടിലേക്ക് മാറുകയാണ്. ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പണ്ടത്തെ കാലം കഷ്ടത്തിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. നവോമി തന്നെ പറയുന്നുണ്ട്, ഞാൻ നിറഞ്ഞവളായിട്ട് അവിടുന്ന് പോയത് ഇപ്പോൾ ഒഴിഞ്ഞവളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം പ്രശ്നങ്ങളിലും പ്രതിസന്ധികളൊക്കെ ആയിട്ട് അകപ്പെട്ട് ആ കുടുംബം ഇപ്പോഴായിരിക്കുന്നു. ഭർത്താവ് മരിച്ച നവോമി, അതുപോലെ ഭർത്താവ് മരിച്ചതായ ഓർഫ, ഭർത്താവ് മരിച്ച രൂത്ത്, അങ്ങനെ 3 വിധവകൾ ആ കുടുംബത്തിൽ വിശേഷിക്കുകയാണ്. നവോമി ഭാവി കാലത്തെക്കുറിച്ച് ഓർത്തു.
നമുക്ക് മനസ്സിലായി തന്നെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. എല്ലാം തന്നെ മുന്നിൽ പ്രതിസന്ധിയായിരിക്കുകയാണ്, പ്രതികൂലമായിരിക്കുകയാണ്. അപ്പോൾ അവൾ തീരുമാനിച്ചു, ഞാൻ എന്തായാലും എൻ്റെ മാതൃദേശത്തേക്ക് തിരിച്ചു പോവുകയാണ്, എൻ്റെ സ്വദേശത്തേക്ക് മടങ്ങി പോവുകയാണ്. എൻ്റെ കൂടെയുള്ള ഈ യുവതികളായ സ്ത്രീകൾ അവിടെ വന്നവർ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് അവരെ അവരുടെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കാനുള്ളതായ ഒരു മനസ്സ് നവോമി കാണിച്ചു. മരുമക്കളെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരാദ്യം ഞങ്ങൾ നിൻ്റെ കൂടെ പോരുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സാഹചര്യത്തിൻ്റെ കാഠിന്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഓർപ്പ പതുക്കെ ഗുഡ് ബൈ പറഞ്ഞ് അവളുടെ പിതൃഭവനത്തിൽ പോകാനിടയായിത്തീർന്നു. അത് നമ്മുടെ കഥാനായിക രൂത്ത് ആയതുകൊണ്ട് രൂത്തിനെ വചനം പറഞ്ഞത്, അവൾക്ക് നവോമിയോട് പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല, നിൻ്റെ കൂടെ പോരും, നിൻ്റെ ദൈവമാണ് നീ എൻ്റെ ദൈവം, നീ ജീവിക്കുന്നിടത്ത് ഞാനും ജീവിക്കും, നീ മരിച്ചു വീഴുന്നത് ഞാനും മരിക്കും, നിന്നെ അടക്കം ചെയ്യുന്നിടത്ത് ഞാനും അടക്കും എന്ന് പറഞ്ഞ് ഈ നവോമിയുടെ കൂടെ രൂത്ത് പോരുകയാണ്. നമുക്ക് രൂത്തിൽ നല്ല സ്വഭാവഗുണം കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ കാലത്തും വിവരിക്കുന്ന ഒരു ഇതാണ് ഈ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള ബഹളം അല്ലേ. ഒരു 90% അമ്മായിമ്മമാരും മരുമക്കളുമായിട്ട് ഗുസ്തി തന്നെയായിരിക്കും. കുറേ കാലം ഗുസ്തി പിടിച്ച് അവസാനം ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ഇണങ്ങാറുണ്ട്, ചിലർ ആയുഷ്കാലം മുഴുവനും ഗുസ്തി പിടിച്ച് പോകുന്നവരുമുണ്ട്. അതിൽ അവിടെ ഈ മരുമോളായ രൂത്ത് ഒരു നല്ല മാതൃകയാവുകയാണ്. അമ്മയോട് പറയും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഈ വൃദ്ധയായ സ്ത്രീയെ, ഭർത്താവ് മരിച്ച് മക്കളും മരിച്ച ഈ വൃദ്ധയായ സ്ത്രീയെ ഒറ്റയ്ക്ക് വിടാതെ, ആ മകൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് വലിയ കടപ്പാടുകളുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അതേസമയം തന്നെ ഇവർ തന്നെ പൊക്കോളാൻ പറഞ്ഞ നേരത്ത് വേണമെങ്കിൽ അങ്ങനെ പൊടിയും തട്ടി പോകാമായിരുന്നു, അവൾക്ക് അവളുടെ ഭാവി ശോഭനമാക്കാമായിരുന്നു. പക്ഷേ അവളെ സുരക്ഷിതത്വത്തേക്കാൾ കൂടുതലായിട്ട് ഈ മാതാവിൻ്റെ സുരക്ഷയെ ചിന്തിപ്പനിടയായിത്തീർന്നു. ഈ മാതാവിനെ സംരക്ഷിപ്പാൻ ആരുമില്ല, അതുകൊണ്ട് ഞാനുള്ള കാലത്തെങ്കിലും അവരെ സംരക്ഷിക്കുന്നുള്ള ചിന്ത ഒരു പക്ഷേ രൂപത്തിനെ ഭരിച്ചിട്ടുണ്ടായിരിക്കാം. കാര്യം രൂപത്ത് ആ തീരുമാനത്തോടുകൂടിയാണ് ഈ മാതാവിൻ്റെ കൂടെ പോരുന്നത്. നവോമിക്കും അവളകപ്പെട്ടതായ ആ സങ്കടാവസ്ഥയെക്കുറിച്ച് ബോധ്യം വന്നു. ഞാൻ ദൈവത്തിൻ്റെ സന്നിധി വിട്ടാണ് ഓടിപ്പോയത്, എന്നാൽ ഞാൻ വീണ്ടും ഇവിടേക്ക് മടങ്ങി വരുമ്പോൾ ദൈവമാണ് എന്നെ കൊണ്ടുവന്നത്. ഒരു കാലഘട്ടത്തിൽ ദൈവം എനിക്ക് അവൻ്റെ കാര്യം ഭാരമായി പോയി എന്നൊക്കെയുള്ളതായ അവരുടെ അറിവ് നവോമിക്കുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം, നാം നമ്മുടെ ഭാവിയെ ശോഭനപൂർണമാക്കുവാനായി പരിശ്രമിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സഹായവും ഇല്ലെങ്കിൽ നമ്മുടെ പരിശ്രമങ്ങൾ പാഴായി പോകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതായ ഒരു പാഠം എലിമേലെക്കിൻ്റെ കുടുംബം നമ്മെ പഠിപ്പിക്കുക. ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് അവർ ഈ നിലയിൽ മുന്നോട്ട് പോയത്. പക്ഷേ ആ പ്രതികൂലത്തിൽ രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ മാത്രമല്ല, വലിയ നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയായിത്തീർന്നു. ഒന്നിനെ പറഞ്ഞതിൻ്റെ വഴികളെ യഹോവയെങ്കിൽ ഭരമേൽപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിനും കടന്നിരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുന്നിൽ ദൈവത്തെ നിർത്തുവാൻ ഇടവരാണ്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് അവൻ സകലവും നൽകുന്നതാണ്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പാതപീഠത്തിലേക്ക് മടങ്ങി വരുവാനും നമ്മുടെ ജീവിതയാത്രയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ
ഒരു ഭാവി ഉണ്ടാകുവാനുമായിട്ട് നമ്മൾ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ദൈവത്തെ വിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനങ്ങനെ പറയുന്നുണ്ട്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിച്ച് ഫലം കായ്പീൻ എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മളോട് ചേർന്നിരിപ്പാനെ കർത്താവ് സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും നിലകളിലൊക്കെ ദൈവപ്രമാണം വിട്ടോ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ടോ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് സ്വന്തം വിവേകത്തിൽ ഊന്നി ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാനും തെറ്റുകളെ മനസ്സിലാക്കി ഏറ്റു പറഞ്ഞ് ഉപേക്ഷിപ്പാനും തിരുത്തുവാനൊക്കെ നമുക്ക് സമയങ്ങൾ വിനിയോഗിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായ സ്തോത്രം ചെയ്യുന്നു. അത് രൂപത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒരു പടികളിലൂടെ അടുത്ത് ജീവിപ്പാൻ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നവരുണ്ട്, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. നീ അവരെല്ലാം അനുഗ്രഹിക്കുമ്പോഴാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിനംതോറുമുള്ള ജീവിതത്തിൽ നിന്നോട് അടുത്ത് ജീവിച്ച് നന്മകൾ പ്രായപ്പാൻ ഞങ്ങൾ സ്വർഗ്ഗം സഹായിച്ചാട്ടെ. തിരുനാമത്തെ പിന്നെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമം തന്നെ. ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ച് നന്ദി പറയുന്നു. കർത്താവിനെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിനെ സൂക്ഷിപ്പാനും വീണ്ടും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. ഉള്ള സഹകരണത്തിനും പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ സന്തോഷപൂർണ്ണമായ ഒരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു. അഖില ലോക രക്ഷിതാവായ ഈശോ മിശിഹാ ജനിച്ച ഈ ദിവസം കൊണ്ടാടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ടു അവൻ്റെ രക്ഷകനെ അംഗീകരിച്ച് അവൻ മുഖാന്തരമുള്ള പാപക്ഷമയും നിത്യജീവനും പ്രാപിപ്പാൻ നിങ്ങളെല്ലാവർക്കും സഹായിക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.